One eternity later. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കറിയാം എൻ്റെ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇതിപ്പം ഒരു 1 month ആയിട്ടുണ്ടാവും. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എൻ്റെ പേരൻസും എൻ്റെ ഫ്രണ്ട്സും വീഡിയോ ഒക്കെ കണ്ടവർ പറഞ്ഞു ലൈറ്റ് ഇല്ലായിരുന്നു, സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും സംസാരിക്കാൻ പോകുന്ന സ്കിൻ കെയറിനെ കുറിച്ചാണ്. അപ്പം ബിഫോർ സ്റ്റാർട്ടിങ് എനി സ്കിൻ കെയർ പ്രൊഡക്റ്റ്, എല്ലാവർക്കും ഒരു സ്കിൻ കെയർ റുട്ടീൻ വേണമെന്നാണ് ഞാൻ പറയുന്നത്. സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കാറ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ്. പക്ഷേ അല്ല, നമുക്ക് അഫോർഡബിളായിട്ടും ചീപ്പായിട്ടുമുള്ള പ്രോഡക്ട്സും വെച്ച് നമ്മുടെ സ്കിൻ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അപ്പം ഏതെങ്കിലും ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ പറ്റി പറയുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കണം. സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഓയിലി ആണോ, ഡ്രൈ ആണോ, കോമ്പിനേഷൻ ആണോ, അത് നോർമലാണോ. അപ്പം ഓയിലി ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നമ്മൾ ലോ വാം വാട്ടറിലൊന്ന് കഴുകി ഒരു 1 hour വെയിറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ഫേസ് T സോണിൽ ഒന്ന് ഒപ്പിയാൽ അതിനകത്ത് ഓയിലി ആണോ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് കാണാൻ പറ്റും ഓയിലി ആണോ ഡ്രൈ ആണോ. അപ്പോൾ ഇത് സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ പ്രോബ്ലമാറ്റിക് ഏരിയ നമ്മുടെ ഫേസിൽ എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ചിലപ്പോൾ നമുക്ക് ആക്നെ ആയിരിക്കാം, ചിലപ്പോൾ സ്കാറിങ് ആയിരിക്കാം, ചിലപ്പോൾ പിഗ്മെൻറ്റേഷൻ ആയിരിക്കാം. അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഏതാണ് നമ്മുടെ ഫേസിൽ നമുക്ക് മെയിനായിട്ട് പ്രോബ്ലമാറ്റിക് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. ആക്നെ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്നെ ഉണ്ട്. ഫംഗൽ ആക്നെ, സിസ്റ്റിക് ആക്നെ, ഡാൻഡ്രഫ് വഴി ആക്നെ ഉണ്ടാവാം, നമ്മുടെ ഡയറ്റ് ശരിയായില്ലെങ്കിൽ ആ ഒരു ആക്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ പീരിയഡ്സിന് മുന്നേ വരുന്ന ആക്നെ ഉണ്ടാവാം. അപ്പം ഓരോന്നും ഏത് ടൈപ്പ് ആക്നെയാണ് നമുക്കുള്ളതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഫംഗൽ ആക്നെയും സിസ്റ്റിക് ആക്നെയും പ്രൊഡക്ട്സ് വഴി എനിക്ക് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അത് നമ്മൾ ഡോക്ടറിനെ തന്നെ കണ്ട് അവർ തന്നെ പറയും. അപ്പം അത് കുറച്ച് ഒരു വേറെ ലെവൽ പ്രോബ്ലമാറ്റിക് ഏരിയയാണ്. ബാക്കിയുള്ള നോർമൽ ആക്നെ നമുക്ക് വീട്ടിൽ തന്നെ ഡീൽ ചെയ്യാം. DIY പ്രോഡക്ട്സ് അല്ലെങ്കിൽ അഫോർഡബിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നമുക്ക് ഡീൽ ചെയ്യുന്നതാണ്. അപ്പം ഇത് നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യുക, വൈസായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഡ്രൈ സ്കിൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് നമ്മൾ ചിലപ്പോൾ ഓയിലി സ്കിൻകാർക്ക് പറ്റത്തില്ല. അപ്പോഴൊക്കെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഡ്രൈ ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല. ബേസിക്കലി എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി ആണ്. എനിക്ക് ആക്നെ ഉണ്ടായിരുന്നു, പ്യൂബർട്ടി ടൈമിൽ ആക്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്നെയൊക്കെ വരാറുണ്ട്. ഒരുപാട് ആക്നെ ഉണ്ടായിരുന്നു, ഒരുപാടായിട്ട് കുറേ നെറ്റിലും ഇവിടെയൊക്കെ. എനിക്ക് മെയിനായിട്ട് ഈ സോണിലായിരുന്നു എനിക്ക് ആക്നെ വരാറ്. അപ്പോൾ അത് പക്ഷേ ഒരു ടൈം ആയപ്പോൾ അത് തന്നെ മാറി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്നെ വരുന്നത് ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട് നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്ത്. അപ്പോൾ പ്രൊഡക്ട്സിലോട്ട് നമുക്ക് പോകാം. ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അഫോർഡബിളാണ്, അത് കണക്ക് തന്നെ എഫക്റ്റീവുമാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ ആൻഡ് SPF. ബ്ലിസ്ഫുൾ ബബിൾസിൻ്റെ പിങ്ക് ക്ലേ വിത്ത് വൈറ്റമിൻ E സോപ്പാണ് ഞാൻ ക്ലെൻസിങ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ക്ലെൻസിങ് സോപ്പ് ഞാനിത് ഇവരുടെ ഇൻസ്റ്റഗ്രാമിൽ പേജ് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇത് പിങ്ക് ക്ലേ വിത്ത് വൈറ്റമിൻ E ആയതുകൊണ്ടും സ്കാറിങ്ങിന് ഹെൽപ്പ് ചെയ്യും, ആക്നെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് ഞാനൊരു 2 week റിവ്യൂ ചെയ്യാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് അങ്ങനെ ചെയ്യണ്ട, ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വെച്ചു. ഞാനത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. 2 weeks അല്ല, ഞാനതൊരു 2 months ആയിട്ടുണ്ടാവും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. മൈൽഡ് ക്ലെൻസറാണ്, നമ്മുടെ ഹെവി മേക്കപ്പ് കളയത്തില്ലെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ബേസിലൊക്കെ ഐലൈനർ, വേറെ ലിപ്സ്റ്റിക് അതൊക്കെ കളയും. ആസ് എ ക്ലെൻസർ ഫോർ 150 rupees ഇത് നല്ലൊരു ക്ലെൻസിങ് പ്രൊഡക്റ്റാണ്. ഡ്രൈ സ്കിൻ ആൾക്കാർക്ക് ഞാനിത് പ്രിഫർ ചെയ്തില്ല. കാരണം എൻ്റെ ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് ആ ഒരു ലെവലിനനുസരിച്ച് ഇത് ക്ലീൻ ചെയ്യത്തുള്ളൂ. ഡ്രൈ സ്കിൻ ആൾക്കാർക്ക് കുറച്ചും കൂടി ഡ്രൈയിങ് ആയിട്ട് തോന്നുന്നത്. അപ്പം ഡ്രൈ സ്കിൻ ആൾക്കാർ നോക്കുവാണെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പോവുക, ബ്ലിസ്ഫുൾ ബബിൾസ് എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അവിടെ നോക്കുവാണെങ്കിൽ ഡ്രൈ സ്കിന്നും സോപ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആസ് ഫോർ ടോണർ ഞാൻ ഉപയോഗിക്കുന്നത് ബയോട്ടിക്കിൻ്റെ കുക്കുംബർ ടോണറാണ്. ഞാൻ പ്രൊഡക്റ്റും പ്രൈസും ഒന്നെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ടോണർ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 6 months ആയിട്ടുണ്ട്. അപ്പം ഈ 6 months ഗ്യാപ്പിൽ എൻ്റെ പോർസ് ഭയങ്കരമായിട്ട് മിനിമൈസായി. ടോണിങ്ങിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ pH ലെവൽ ബാലൻസ് ചെയ്യും. പിന്നെ എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ വിത്ത് ഹൈലറോണിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ E. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റും ഞാൻ മെൻഷൻ ചെയ്യാം.
അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ 1 മന്ത് ആയിട്ടേ ഉള്ളൂ. ഞാൻ റീസെൻ്റ്ലി മേടിച്ചതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗ്ലോ ആണ്. ലൈക്ക് നമുക്ക് മനസ്സിലാവും, ഭയങ്കര ഒരു ഹൈഡ്രേറ്റഡ് ഫീലാണ് നമ്മുടെ ഫേസിൽ. പിന്നെ അതുമല്ല, സാധാരണ മോയ്സ്ചറൈസർ ഞാൻ ഓയിലി സ്കിൻ ആയതുകൊണ്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ബ്രേക്കൗട്ട്സ് വരാറുണ്ട്, നല്ല നല്ല ആക്നെയും പിമ്പിൾസും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നല്ല മോയ്സ്ചറൈസർ മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് മേടിക്കാം. അപ്പം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ന്യൂട്രിജീനയുടെ അൾട്രാ ഷിയർ ഡ്രൈ ടച്ച് സൺബ്ലോക്കാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു ഷിയർ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മെയിൻ പോരായ്മ എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സൺസ്ക്രീൻ ഇട്ടുള്ളത്. കാരണം ഒരു വൈറ്റ് പാച്ച് കാണും. ഷിയറാണ് എന്നാൽ തന്നെ ഒരു വൈറ്റ് പാച്ച് കാണും. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇത് സൺബ്ലോക്ക് ഇട്ടിട്ട് മോയ്സ്ചറൈസർ ഇടുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്കും ഒരു ന്യൂട്രലൈസ് ചെയ്ത് പോകും. ഞാൻ ബേസിക്കലി 4 സ്റ്റെപ്സാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോസ്.